വെൽക്കം ടു പെൻഡാഡ്. ഞാൻ സഞ്ജു സുശീലൻ. എൻ്റെ ഒപ്പം ഉള്ളത് അഭിശങ്കർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ സാലറി അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ഇൻക്രീസ് ആയാൽ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, സാലറി അല്ലെങ്കിൽ ഇൻകം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ പൊതുവെ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈല് ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. അതായത് ഇൻഡയറക്ട്ലി നമ്മൾ ചെന്ന് വീഴുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രാപ്പിലേക്കാണ് പൊതുവെ കണ്ടുവരുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സാലറി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകം നിങ്ങൾക്ക് വരുന്നത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കുള്ള ഒരു അലോക്കേഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അത് ചെയ്യാൻ നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലോൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ലോൺസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരം ലോണാണ്, അതിന് എത്രയാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ വരുന്നത് എന്നുള്ളത് നോക്കുക. കൂടുതൽ പലിശയുള്ള ലോണുകളുണ്ടല്ലോ, അങ്ങനെയുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂഷൻ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പം അങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ അടച്ചു തീർക്കാൻ സാധിക്കും. അപ്പം അത്രയും കൂടി പലിശയായിട്ട് അടച്ചു പോകുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലോണിൻ്റെ ബാധ്യത വേഗം ഒഴിവാക്കാൻ പറ്റും. അപ്പം ആ ലോണിൻ്റെ ബാധ്യത നിങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിലേക്ക് അടയ്ക്കുന്ന EMI ഉണ്ടല്ലോ, അത് പിന്നെ നിങ്ങളുടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലേക്കെങ്കിലും മാറ്റാൻ നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഫണ്ടിലേക്കുള്ളൊരു ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂട്ടാൻ നോക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മളൊരു സാലറി ഇൻക്രീസ് അല്ലെങ്കിൽ ഇൻകം നമുക്കൊരു കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാൻ നോക്കേണ്ടത്. പിന്നെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ, ഇൻഷുറൻസ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കുക. അത് തീരെ സഫീഷ്യൻ്റ് അല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. എമൗണ്ട് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻക്രീസ് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്ട്രാ ഒരു പ്രീമിയം അടച്ചിട്ട് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കവറേജ് കുറച്ചുകൂടി കൂടുതലാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസോ ഏതാന്ന് വെച്ചാൽ അതിന്റെ കവറേജും കൂടി ഒന്ന് കുറച്ച് കൂട്ടാൻ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ നമ്മളുടെ ലിവിങ് എക്സ്പെൻസസ് കൂടുന്നത് പറഞ്ഞല്ലേ, അപ്പം അതിന്റെ കൂടെ ഇൻഫ്ലേഷനും കൂടുമില്ലേ? അപ്പോൾ അത് ടാലി ആവല്ലേ അവിടെ? അല്ല, ഈ സാലറി അല്ലെങ്കിൽ ഇൻകം കൂടുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് കൂടുക എന്ന് പറഞ്ഞില്ലേ, അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കൂടുകയല്ലോ. നമ്മൾ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് അത് കൂടുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് നമ്മളെല്ലാവരും തന്നെ ഓട്ടോമാറ്റിക്കലി വരും. ഒരു പരിധി വിട്ട് നമുക്ക് അധികം കൺട്രോൾ പറ്റില്ല. കാരണം എല്ലാവർക്കും തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു അന്നം നേടുക എന്നുള്ളതിനെക്കാട്ടും ഉപരി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ്. സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതും നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ ആ സൗകര്യങ്ങൾ കൂട്ടാനുള്ളൊരു ഇതിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ വേണ്ടത് അതിനുള്ളൊരു ബാക്കപ്പ് അല്ലെങ്കിൽ നല്ലൊരു സൗകര്യങ്ങൾ ഇപ്പം എനിക്ക് കിട്ടി, നാളെയും എനിക്ക് ആ ജീവിത സൗകര്യം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നാളെയും അതിനുള്ളൊരു ബാക്കപ്പ് എനിക്ക് വേണം. ഇല്ലാന്നുണ്ടെങ്കിലാണ് നമുക്ക് ഭാവിയിൽ അത് പണിയായി വരിക. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇൻക്രീസ് ആയാൽ വെൽത്ത് കൂടുന്നല്ല, പ്രോപ്പർലി സേവ് ചെയ്താൽ അതിനനുസരിച്ച് വെൽത്ത് കൂടും അല്ലേ? അതെ, നമുക്ക് ഒരു ഇൻകം ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ വെൽത്തി ആവണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് കൂടണമെന്നില്ല. അതിന് അനുപാതികമായിട്ട് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടിയാൽ മാത്രമേ നമ്മുടെ വെൽത്തും കൂടുള്ളൂ. ഓക്കെ, താങ്ക് യു.